നമ്മുടെ കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകളാണ്. കോഴിക്കോട്ടുകാർ താരങ്ങളായിട്ട് മുൻനിരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ഇപ്പം എല്ലാവർക്കും അവസരങ്ങളുണ്ട്. എല്ലാ സിനിമയിലും കോഴിക്കോട്ടുകാർക്ക് നല്ല പ്രാധാന്യം കിട്ടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബിസ്മിത്തിൻ്റെ സിനിമയിലും ഇരിക്കുന്ന താരങ്ങളെല്ലാവരും, ഞാനും ബിസ്മിത്ത് എന്നെ പൂജയ്ക്ക് വിളിച്ചപ്പം ഞാൻ ചോദിച്ചു, ഞാൻ സിനിമയിൽ ഉണ്ടാവില്ലേ? പിന്നെ വിനോദം വരണം എന്ന് പറഞ്ഞു. നീ എത്ര ചോര കുടിച്ചാലും വേണ്ടില്ല, ഒരു ക്യാരക്ടർ ചെയ്താൽ മതി എന്നുള്ള ആഗ്രഹത്തിലാണ്. പിന്നെ ബിസ്മിത്തിൻ്റെ ഉമ്മ എന്നെ കണ്ടപ്പം എത്രയോ കാലം പരിചയമുള്ള രീതിയിൽ ഉമ്മ എന്നോട് സംസാരിച്ചു. വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. വിനോദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇപ്പോൾ പല സിനിമകളും നമുക്ക് ഫാമിലി ആയിട്ട് കാണാൻ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് ചെറുപ്പക്കാർ ചെന്ന് ഹിറ്റാക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ എന്നാലും ചില സിനിമകൾ അങ്ങനെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ കണ്ടു. 15 ലക്ഷം കൊണ്ടിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണത്. എത്ര നിർബല്യമായൊരു സിനിമയെന്ന് പറയാം. അതുപോലെ നമ്മുടെ നവാസ് പള്ളിക്കുന്നൊക്കെ അഭിനയിച്ച ഒരു സിനിമ പെരുമാനി എന്ന സിനിമയും എന്തൊരു മനോഹരമായ സിനിമയെന്ന് പറയും. നാട്ടിൻപുറത്തിൻ്റെ നന്മയുള്ളൊരു സിനിമയായിരുന്നു. അതൊക്കെ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ല സിനിമ ഉണ്ടാക്കിയിരിക്കുകയാണ് സംവിധായകരും കൂട്ടരും ചേർന്നിട്ട്. അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവട്ടെ. ബിസ്മിത്തിൻ്റെ സിനിമ ഇപ്പോൾ സന്തോഷ് പറഞ്ഞ, ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല, സന്തോഷ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇത്രയും താരങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിനകത്ത് വയലൻസ് മാത്രമല്ല കുറച്ച് കോമഡികളൊക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ്. വിനോദൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രൊമോഷൻ തന്ന ഒരു സംവിധായകനാണ് കോഴിക്കോട്ട്. മമ്മൂക്കയുമായിട്ട് എനിക്ക് വലിയൊരു ബന്ധം ഉണ്ടാക്കി തന്ന ഒരു വ്യക്തി കൂടിയാണ് വിനോദൻ. വിനോദൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. നവാസെ വരും, എല്ലാവർക്കും അവസരങ്ങൾ വരും. പിന്നെ വേറെന്താ പറയാനുള്ളതെന്ന് അറിയില്ല. എൻ്റെ പ്രൊഡ്യൂസർ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ മനസ്സ് കാണിച്ച പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ബിസ്മിത്തിൻ്റെ സിനിമ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. നിലമ്പൂരിൽ നിന്നും ഒരു മികവുറ്റ ഒരു സംവിധായകൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും. താങ്ക് യു.